ഇനി സർക്കാരിന് മുന്നിൽ ഈ വിഷയത്തിൽ എന്താണ് നിൽക്കുന്നത്? ഇതുവരെ എടുത്ത നിലപാടിൽ തെറ്റുപറ്റിയെന്നാണോ കോടതി പറയാതെ പറഞ്ഞത്? നോക്കാം. ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ടർ എഡിറ്റോറിയൽ ടീം അംഗം ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് ഉണ്ണി ബാലകൃഷ്ണൻ. ഇന്ന് കോടതി സർക്കാരിനെ എടുത്ത് കുടയുന്ന രീതിയിലായിരുന്നു വാദവേളയിൽ ആ പൊതുതാൽപര്യ ഹർജിയിൽ നമ്മൾ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും കേട്ട കാര്യങ്ങൾ. എന്തൊക്കെ കാര്യങ്ങൾ സ്ഥാപിക്കാൻ കോടതി ഒരു ജുഡീഷ്യൽ ആക്ടിവിസത്തിലേക്ക് കടന്നുകൊണ്ട് ഇന്ന് ശ്രമിച്ചു ഉണ്ണി ബാലകൃഷ്ണൻ? നോക്കൂ സുജയ, അനിവാര്യമായത് സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് സിനിമയിലെ തന്നെ ഒരു സമ്മർദ്ദ വിഭാഗവും അതുപോലെ തന്നെ ആ സമ്മർദ്ദ വിഭാഗത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാരും ആഗ്രഹിച്ചു. അതിന് നേർവിപരീതമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. ഇന്ന് നമ്മൾ കണ്ടത് കേരളത്തിലെ ഹൈക്കോടതി അതിശക്തമായ നിലപാടുകൾ എടുക്കുന്ന ഒരു ദിവസമാണിന്ന്, നിലപാടെടുത്തൊരു ദിവസമാണെന്ന് പറയാതെ വയ്യ. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേൽ കോടതി ഇന്ന് എടുത്തിരിക്കുന്ന നിലപാടുകൾ ഒന്നൊന്നായി പരിശോധിച്ച് നോക്കൂ. ഒന്നാമതായി അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സമ്പൂർണ്ണമായി റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ ഹാജരാക്കണം എന്ന് തന്നെയാണ്. അങ്ങനെ ഹാജരാക്കണമെന്ന് പറയുമ്പോൾ നിശ്ചയമായും കോടതി അത് പരിശോധിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. കോടതി അത് പരിശോധിച്ചാൽ ഉണ്ടാകുന്നത് എന്താണ്? ആ പരിശോധനയിൽ കോടതിക്ക് മുമ്പിൽ ഈ നടന്ന കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ അടക്കം ഹാജരാവുകയാണ്. ആ ചോദ്യമാണെന്ന് കോടതി ചോദിച്ചത്. ഈ കുറ്റകൃത്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? AG എന്താണ് പറഞ്ഞത്? കുറ്റകൃത്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. കുറ്റകൃത്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ നിശ്ചയമായും നിയമ നടപടികളിലേക്ക് പോകണം. കേവലം സാക്ഷിയായി നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല ഭരണ സംവിധാനം എന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയിൽ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലൈംഗികമായ ചൂഷണത്തിനെതിരെ അവർ തന്നെ നേരിട്ട് വന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിക്ക് മുമ്പാകെ പരാതി പറയുമ്പോൾ ഉത്തരവാദിത്വമുള്ളൊരു സർക്കാർ ചെയ്യേണ്ടത് ആ പരാതി മനസ്സിലാക്കിക്കൊണ്ട് അത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ അവർ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ സർക്കാർ ചെയ്തത് 4.5 വർഷം ഈ റിപ്പോർട്ട് അലമാരയിൽ വെച്ച് പൂട്ടി അടയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സുജയ, ഇന്ന് യഥാർത്ഥത്തിൽ കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ സിനിമാ മേഖലയിലെ പവർ ഗ്രൂപ്പിനെ അല്ല, മറിച്ച് ഈ പവർ ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ റിപ്പോർട്ട് ലോകത്തേക്ക് പുറം ലോകം കാണിക്കാതെ ഈ 4.5 വർഷം അതിൻ്റെ മേളിൽ അടയിരുന്ന സർക്കാരിനോടാണ് കോടതി ഇന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഈ സർക്കാർ അവകാശപ്പെടുന്നത് ഞങ്ങൾ ഈ മേഖലയിലെ കുഴപ്പങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു എന്നാണ്. അതിനെത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുകൂടി നമ്മൾ അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു കമ്മിറ്റി നിയോഗിക്കാൻ സമ്മർദ്ദത്തിലായത്? യഥാർത്ഥത്തിൽ WCC എന്ന് പറയുന്ന സംഘടന, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ കൂട്ടായ്മ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുമായി സർക്കാരിനെ സമീപിക്കുകയും ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും സംസ്ഥാനത്തെ ഒരു പ്രമുഖ നടി തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു നഗരവീഥിയിൽ വെച്ച് പീഡനത്തിനിരയാവുകയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാരിന് മേലുണ്ടായ സമ്മർദ്ദം, ആ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. സർക്കാർ സ്വമേധയാ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് കോടതിയിൽ വന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഒരു ജുഡീഷ്യൽ കമ്മീഷനല്ല, ഇതൊരു കമ്മിറ്റിയാണ്, അതിന് പരിമിതികളുണ്ട് എന്നാണ്. നോക്കൂ, ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ, സ്ത്രീ സമത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ എല്ലാ അധികാരങ്ങളോടും കൂടി നിയമിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ ഒരു കമ്മിറ്റിയാണ് നിയോഗിച്ചത്. ശരി, ആ കമ്മിറ്റി 24 നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു. ആ 24 നിർദ്ദേശങ്ങളിൽ ഒരു നിർദ്ദേശം പോലും കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഈ സർക്കാർ നടപ്പാക്കിയിട്ടില്ല എന്ന് മാത്രവുമല്ല, ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുമ്പോഴെല്ലാം അതിന് തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ഈ റിപ്പോർട്ട് പൂർത്തിയാക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അതാണ് ഇന്ന് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത സുജയ, കോടതി അതിശക്തമായി ഇടപെട്ടിരിക്കുന്നു, റിപ്പോർട്ട് വിളിച്ചു വരുത്തുന്നു, അതിനോടൊപ്പം തന്നെ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി സർക്കാരിന് കൈയും കെട്ടിയിരിക്കാൻ കഴിയില്ല. തങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ സ്വീകരിച്ചു എന്നുള്ളത് അക്കമിട്ടിനി കോടതി മുമ്പിൽ പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇനി കേസുമായി മുന്നോട്ട് പോകാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ആ തടസ്സമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് കോടതി അറിയിക്കേണ്ടതുണ്ട്. കോടതി അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതാണ് കേരള സമൂഹം കാത്തിരിക്കുന്നത്. നോക്കൂ, ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുള്ള 50-ലേറെ സ്ത്രീകൾ വന്നൊരു കമ്മിറ്റി മുമ്പാകെ, സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റി മുമ്പാകെ തെളിവുകൾ സഹിതം തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, പീഡനങ്ങൾ പറഞ്ഞപ്പോൾ ആ പറഞ്ഞവരുടെ സ്വകാര്യത സൂക്ഷിച്ചുകൊണ്ട് തന്നെ അതിന് നേതൃത്വം കൊടുത്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഒരു ജനാധിപത്യ സർക്കാരിനുണ്ടായിരുന്നു. അത് ആ സർക്കാർ ആ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ആ വീഴ്ചയാണെന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സുജയ, താങ്ക് യു. ഉണ്ണി ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം വിശകലനവുമായി ചേർന്നത്. ഇനി ഉണ്ണി ബാലകൃഷ്ണൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം, സർക്കാരിന് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? കൈകെട്ടി റിപ്പോർട്ട് പൂഴ്ത്തിയിരുന്നു എന്നുള്ള പ്രതിപക്ഷത്തിന്റെ വാദം ശരിവെക്കുന്ന തരത്തിൽ കോടതിയിൽ നിന്നുയർന്ന നിരീക്ഷണങ്ങൾ, അത് സർക്കാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാംസ്കാരിക മന്ത്രി എന്താണ് പറയുന്നത്? നോക്കാം.